ഗായ്സ് എല്ലാം ഇന്നെ കടിക്കാത്ത ഒരു ഇതെല്ലാം സാധനവും ഞാൻ കഴിക്കും. കുട്ടിമോനെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം. 100 നെഗറ്റീവ് വന്നാലും ഒരു പോസിറ്റീവ് മതി നമുക്ക് അതിനകത്ത് നിന്ന് മുന്നോട്ട് കയറാൻ. ഒരു 100 പോസിറ്റീവ് വന്നിട്ട് ഒരു നെഗറ്റീവ് വന്നാൽ മതി, നമ്മൾ അതിൽ ഡൗൺ ആവും. അതാണ് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങൾ. എന്തൊരു റീസൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ഇല്ലാണ്ട് ഒന്നും മുന്നോട്ടില്ല. സാധാരണ ഇങ്ങനെയാണ് വിളിക്കണോ, ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എന്റെ സംസാരം ഇങ്ങനെ കേൾക്കുന്നത്. ഭയങ്കര സംസാരപ്രിയനാ. എന്റെ വീഡിയോ ഞാൻ തന്നെ കേട്ടിട്ട് ഞാൻ തന്നെ ആസ്വദിക്കുന്നതാണ്. നല്ല ലുക്ക് ഉണ്ടല്ലേ ഗൈസ്. യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണ്. ഹായ് ഗൈസ്, എന്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ തന്നെ റിയാക്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ റിയാക്ട് ചെയ്യാൻ പോകില്ല, ആക്ച്വലി എന്റെ റിയാക്ഷൻ നോക്കാൻ പോകും ഞാൻ തന്നെ. എന്റെ കോഴിക്കോട് നമുക്ക് ഈ സാധനം എളുപ്പത്തിൽ ഉണ്ടാക്കി ഒറ്റ തവണ ട്രൈ ചെയ്താല് വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് ത്വര വരുന്ന പറുദീസി ചിക്കന്റെ റെസിപ്പിയാണ്. ഒരു മേന കിട്ടുന്നില്ലല്ലോ. എന്നാ തുടങ്ങല്ലേ. ക്യാപ്സിക്കം, പച്ചമുളക്, ചപ്പ്, പുതിന ഒപ്പം ചിക്കൻ എടുത്ത് കഴുകി ചിക്കൻ നന്നായിട്ട് കുത്തൂട്ട് ഈ പറഞ്ഞ വെജിറ്റബിൾസ് ഒക്കെ വൃത്തിയാക്കി അരിഞ്ഞ് ചിക്കന്റെ പൊയട ചെയ്ത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും. ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കന്റെ പരിടയുണ്ട്. ഈസ്റ്റേന്റെ ചിക്കൻ മസാല ആണ് ഞാൻ എടുത്തത്. അതന്നെയാണ് നിങ്ങൾക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി. ഒരു തിയേറ്ററിലൊക്കെ കയറി വടകാണല്ലേ ആ ഒരു ഫീല്. കാരണത്ത് ഓപ്പൺ ചെയ്തിട്ടിട്ട് ഉപ്പ്, കുറച്ച് മാഗി മസാലയും സ്വല്പം വിനാഗിരി. പിന്നെ നന്നായിട്ട് കുക്കാവാനായിട്ട് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തോളി. പിന്നെ ഒരു പിടുത്തം പിടിച്ച് ചിക്കൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മുറിച്ച് നന്നായിട്ട് മിക്സ് ആക്കി ഒരു മൂലക്കൽ മാറ്റി വെക്കുക. അല്ല, ഇത് വേവിക്കാനായിട്ട് ഗ്യാസ് ഇല്ലാത്ത പക്ഷം അടുപ്പ് കൂട്ടി കത്തിക്കണല്ലോ. അങ്ങനെ കുറച്ച് കല്ല് കട്ടിക്ക് കളിച്ച് കല്ല് വെച്ച് അടുപ്പ് കൂട്ടി തീ അങ്ങ് കൊളുത്തി. ഏത് മൂട്? അടുപ്പിലെ മൂട്. അതിപ്പോ എങ്ങനെ ശരിയാവും? എന്തേലും ആവട്ടെ നിർത്തി പറുദീസയിലേക്ക് വീണ്ടും അരങ്ങേറി. ഇവിടാണ് ഇതിന്റെ ഹൈലൈറ്റ് ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. കാഷ്യൂ നട്ട് പേസ്റ്റ്. രാത്രി കടയിൽ പോയി അണ്ടി മേടിച്ച് മെനക്കെട്ടുണ്ടാക്കിയ പേസ്റ്റ് ആണിത്. കോഴി നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഈ പേസ്റ്റ് മിക്സ് ആക്കിയിട്ട് വേണം പാത്രത്തിൽ നിറക്കാൻ. ഡീറ്റെയിൽഡ് റെസിപ്പി താഴെ ഞാൻ കൊടുക്കുന്നുണ്ട്. കട്ട്ലൈറ്റിനൊക്കെ ഫാൻസ് ഉണ്ടോ? എന്നാ ഇത് കേൾക്ക്. 4 വർഷം ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഹോട്ടൽ മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്ത് ദുബായിലെ ലക്ഷറി ഹോട്ടലായ JW മാരിയറ്റിൽ ഇതിന് മൂഡ് പോയിപ്പോ ഇൻഫോർമേറ്റീവ് പുതിയ വീഡിയോ എടുക്കാം. ഈ അടുത്ത കാലത്ത് 2-3 ഡെസേർട്ട് കഴിച്ചിട്ട് ഞാൻ അവരുടെ ഫാനായി മാറിയ ഒരു കഫേ. അതും ഒരുവിധം കഫേയിലൊന്നും കണ്ടു കിട്ടാത്ത ഡെസേർട്ട്. ടേസ്റ്റ് വാസ് റിയലി ഒരു രക്ഷയില്ല. ഇനി ഇത് കേക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം ഫുഡ്സ് എന്ന വെഞ്ചേഴ്സിന്. ഇവരുടെ ഓൺ ദ ഗോ ഫുഡ് സ്റ്റോറിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോഴിക്കോടിന്റെ ടൗണിൽ നിന്നൊക്കെ വിട്ടുമാറിയിട്ട് നമ്മുടെ അരീക്കാട് മോഡേൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കഫേ തുടങ്ങി. ഇവരുടെ കോൺഫിഡൻസ് ഞാൻ സമ്മതിച്ച്. വെൽക്കം ടു ഹോം ദ ഫുഡ് സ്റ്റോപ്പ്. ഈ കഫേ നിങ്ങൾ അറിയപ്പെടാൻ പോകുന്നത് ദുബായിൽ വൈറലായിട്ടുള്ള ഒരു ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ദുബായ്സ് വൈറൽ ക്രഞ്ചി പിസ്താഷിയോ കുനാഫ ചോക്ലേറ്റ് മെയ്ഡ് ബൈ ഫോഫുഡ്സ്. ഇനി ആദ്യം പറഞ്ഞ എന്നെ അഡിക്റ്റ് ആക്കിയ ഐറ്റംസ് GCC കണ്ടിലുള്ള ബീലപ്പാന്റെ വീഡിയോസ് ഒക്കെ ഒരുവിധം എല്ലാവരും സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഞാൻ അടക്കം. കാരണം ലാസ്റ്റ് 1 മില്യൺ അടിച്ച വീഡിയോസ് ഒക്കെ ഓപ്പൺ ചെയ്ത് പ്ലേ ചെയ്താ അതിന്റെ ഫീൽ എങ്ങനെയുണ്ട് നോക്കാം. എന്റെ വീഡിയോ ഞാൻ തന്നെ കേട്ടിട്ട് ഞാൻ തന്നെ ആസ്വദിക്കുന്നതാണ്. ഏത് മൂഡ്? സെൽഫ് റെസ്പെക്ട് മൂഡ് ബ്രോ. നമ്മുടെ യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണിത്. കുട്ടിമോനെ, ഞാൻ എട്ടിമോനെ. യൂട്യൂബിലേക്കുള്ള വീഡിയോ ആണ്. റിയാക്ഷൻ എന്താ അറിയോ? എന്റെ ലാസ്റ്റ് മില്യൺസ് അടിച്ച വ്യൂസ് നല്ല വ്യൂ ഉള്ള വീഡിയോസ് ഉണ്ടാവല്ലോ, അത് പ്ലേ ചെയ്യുന്നിട്ട് ഞാൻ തന്നെ റിയാക്ട് ചെയ്യാം. ഈ 2 ഐറ്റംസിലെ 2 കോംബോ 2 പേരായിട്ട് വന്നാൽ ടു ബി ഓണസ്റ്റ് പൈസ നിങ്ങൾക്ക് മുതലാണ്. ഇതാണ് കുറ്റിച്ചിറ. കോഴിക്കോട്ടുകാരുടെ വികാരങ്ങളിൽ ഒന്നാണ് ഈ ഒരു പ്രൈം ലൊക്കേഷൻ. ഈ ഒരു പ്രൈസിലും ടേസ്റ്റും ലോഡ് ഫ്രൈസും ചെമ്പോറോളൊക്കെ ഇത് കിട്ടും. ജയിച്ചോ? ഞാൻ കാര്യങ്ങളൊക്കെ ഇതിനെന്തോ ലക്ഷണക്കേടുണ്ട്. ഇനി സ്ക്രാച്ച് ഇല്ലാണ്ട് ഈ വണ്ടി മുന്നോട്ട് പോകില്ല. ഞാനൊന്നും കാട്ടട്ടെ, എന്നെ വന്നിട്ട് ആക്കിക്കോളല്ലോ.
എന്റെ നേരക്ക് വരിക മെഞ്ഞാന്നല്ല അതിന്റെ തലേന്ന് ഇവിടുന്ന് വളക്കി അങ്ങനെ. അപ്പൊ ഒരു മുന്നിലൊരു വണ്ടി എന്താ ആ വളം നിങ്ങൾക്ക് അറിയില്ലേ, ഒരു വണ്ടി നേരെ പോവാ ഒരൊറ്റ സഡൻ ഇടല്. അപ്പൊ ഞാൻ സഡൻ ഇട്ടിട്ട് സൈഡിലോട്ട് ആക്കി. അത് സ്വിഫ്റ്റാറിന്റെ ഒറ്റ ഒന്ന് കയറ്റില് ബാക്കിൽ നമ്പർ നോട്ട് എടുക്കുക. ഞാൻ ഇനി പരിഹാരം വിളിക്കണം. എന്നാലും നിങ്ങൾ വിട്ടോളി, ഫുഡ് വെച്ചോളി. കഫേ എപ്പോഴും ചെയ്യണ്ടേ? ഒരു ദിവസം നമുക്ക് ചെയ്യണം. ഒന്നുകൂടി സെറ്റ് ആവട്ടെ, സെറ്റ് ആക്കിട്ട് വിളിച്ചോളി, നമുക്ക് ഷെയറാക്കാം. ഓക്കെ പോട്ടെ. അൺഎക്സ്പെക്ടഡ് മീറ്റ്. നമുക്ക് വീണ്ടും കാണാം. നല്ല ലുക്ക് ഉണ്ടല്ലേ ഗൈസ്. ഏത് ചെക്ക്. ഈ 2 ഐറ്റംസുള്ള 2 കോംബോ നിങ്ങൾ 2 പേരായിട്ട് വന്നാൽ ടു ബി ഓണസ്റ്റ് പൈസ നിങ്ങൾക്ക് മുതലാണ്. ഇതാണ് കുറ്റിച്ചിറ. കോഴിക്കോട്ടുകാരുടെ വികാരങ്ങളിൽ ഒന്നാണ് ഈ ഒരു പ്രൈം ലൊക്കേഷൻ. ഈ ഒരു പ്രൈസിലും ടേസ്റ്റിലും ലോഡഡ് ഫ്രൈസും ജംബോ റോളൊക്കെ ഈ ഒരു അത് പറഞ്ഞ സത്യം കേട്ടോ. കോഴിക്കോട്ടുകാരുടെ വികാരങ്ങളിൽ ഒന്നാണ് ഈ പ്രൈം ലൊക്കേഷൻ. ലൈക്ക് യുനോ കുറ്റിച്ചിറ. കുറ്റിച്ചിറ ഇറ്റ്സ് വെരി ഗുഡ് പ്ലേസ്. റിയാക്ഷൻ വീഡിയോ അടുത്ത ആളെ വീഡിയോ ഞാൻ ഒന്ന് ഫോൺ യൂട്യൂബിലേക്കുള്ള എന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ ലാസ്റ്റ് നല്ല നല്ല വീഡിയോസ് കണ്ടിട്ട് അതിന്റെ റിയാക്ഷൻ ഞാൻ തന്നെ ഉള്ള ഇത് ഇതിനകത്തുനിന്ന് സംഭവം വെച്ചാല് മറ്റേ തിയേറ്റർ എന്നുണ്ടാവല്ലോ, തിയേറ്ററിൽ കയറിയിട്ട് നമ്മള് പാടിട്ടല്ലോ, ആ ഒരു ഫീൽ അതിനകത്ത് ഫുള്ള് വൈബ്രന്റ് ആണ്. എങ്ങോട്ടാ വരുന്നോ? വണ്ടി മേല നടക്കൊന്നില്ല. ഓടച്ചറ്റേ ശരിയാ. അടുത്ത ആളെ മീറ്റ്. ഇതാണ് ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല. എന്ത് കഷ്ടാ നോക്കണ നിങ്ങള്. കോഴിക്കോട് ഒരു ഗ്രാൻഡ് അവസ്ഥ. കാരണം എങ്ങോട്ട് നോക്കിയാൽ കുറച്ച് കോഴി ഈ 2 ഐറ്റംസുള്ള 2 കോംബോ നിങ്ങൾ 2 പേരായിട്ട് വന്നാൽ ടു ബി ഓണസ്റ്റ് പൈസ നിങ്ങൾക്ക് മുതലാണ്. ഇതാണ് കുറ്റിച്ചിറ. കോഴിക്കോട്ടുകാരുടെ വികാരങ്ങളിൽ ഒന്നാണ് ഈ ഒരു പ്രൈം ലൊക്കേഷൻ. സത്യാട്ടോ, സത്യാണ്. കുറ്റിച്ചിറ എന്ന് പറഞ്ഞാല് കോഴിക്കോട്ടുകാർക്ക് ഒരു വികാരാണ്. അടിപൊളി പ്ലേസ് ആണ്. കോഴിക്കോട് കാണാത്ത ആൾക്കാരാണെന്ന് നിങ്ങൾ വന്നു കഴിഞ്ഞാല് കുറ്റിച്ചിറ, SM സ്ട്രീറ്റ്, കോഴിക്കോട് ബീച്ച്, കുറെ സ്ഥലങ്ങളിലുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് തന്നെ വിട്ടിട്ട് കൊടുവള്ളി, കൊയിലാണ്ടി, പിന്നെ കാപ്പാട് ബീച്ച്. കോഴിക്കോട് എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയി കിടക്കുന്ന ഒരു സ്ഥലമാണ്. പറയുമ്പോ ചെറിയ സ്ഥലം, പക്ഷെ കോഴിക്കോട് തന്നെ കുറെ ഭാഷകൾ വരുന്നുണ്ട്. എങ്ങനെയാ വെച്ചാല് പലതരം ഭാഷകളുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്ന കറക്റ്റ് പക്ക കോഴിക്കോടാ. നമ്മള് ആ സാധനങ്ങൾ ഇജി എന്തു കളിയാട്ട കളിക്കുന്ന ആ സാധനങ്ങളൊക്കെ നമ്മൾ കോഴിക്കോട്ടുകാർ വരുന്ന. അല്ലെങ്കിൽ എനിക്ക് കേൾക്കണ്ടടാ, ആ സാധനങ്ങൾ കോഴിക്കോട്ടുകാർക്ക് വരുന്ന. പിന്നെ നമ്മളെന്ത് കാട്ടി ഇതൊന്നും പക്ക കോഴിക്കോടല്ല. ബാലുശ്ശേരി ആ ഭാഗത്തേക്ക് കഴിഞ്ഞാല് കുറച്ച് കീഞ്ഞു പാഞ്ഞ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരാണ്ട്. കീഞ്ഞു പാഞ്ഞെന്ന് പറഞ്ഞാല് നമ്മൾ ഇറങ്ങി ഓടി ആ സാധനമാണ്. കുറെ നിങ്ങൾ പറയാനില്ല. അപ്പൊ എന്തായാലും വന്ന കാര്യം നമുക്ക് സംസാരിക്കാം. നമ്മളെ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങാം. വീണ്ടും ലെറ്റ്സ് കണ്ടിന്യൂ. പ്രൈസിലും ടേസ്റ്റിലും ലോഡഡ് ഫ്രൈസും ജംബോ റോളൊക്കെ ഈ ഒരു ഏരിയയിൽ ഇത് കിട്ടുന്ന അടുത്തൊരു ഓപ്ഷൻ എന്റെ അറിവിലില്ല. നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് കുറ്റിച്ചിറ വഴിക്ക് കയറുമ്പോൾ കുളം എത്തിയ വളരെ ഇടത് ഭാഗത്തനായിട്ട് ഇത് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ലോഡഡ് ഫ്രൈസിനായിട്ട് തുടങ്ങിയ ഒരു കട പോലെ ഉണ്ട്, ഫോർക്ക് ആൻഡ് ഫ്രൈസ്. ലിസൺ മക്കളെ, ഈ കാണുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ ലോഡഡ് ഫ്രൈസും അതിന്റെ ഒപ്പം മൊഹിത്തോയും ഈ കോംബോക്ക് നിങ്ങൾ കൊടുക്കുന്ന 160 രൂപ ഇതിന്റെ ക്വാണ്ടിറ്റിയും ടേസ്റ്റും വെച്ച് നോക്കുകയാണെങ്കിൽ മുതലാവും. പിന്നെ അടുത്ത കോംബോ എന്ന് പറയുന്നത് ഒരു ജംബോ റോളും അതിന്റെ ഒപ്പം. എനിക്ക് മൂഡ് പോയി. ഈ വീഡിയോ മൂഡ് പോയി. നമുക്ക് 1 മില്യൺ അടിച്ചൊക്കെ നോക്കിയാൽ മതി. ഒരു ലോറിക്കാരന് കുറെ നേരായിട്ട് എന്നെ ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നു. ഞാൻ വിട്ടോ അല്ലേ. ബാക്കൊന്ന് ചാമ്പിന്ന്, കാറിന്റെ ബാക്കൊന്ന് ചാമ്പിന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാല് മിനി കൂപ്പർ എടാ, മിനി കൂപ്പർ എടാ, മൂഡ് സാധനല്ലേ. എന്ത് രസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം മിനി കൂപ്പർ. ഏതൊരു വീഡിയോ നിങ്ങൾ കാണിച്ചു. മറ്റേതിരാ മാമ്പഴക്കാലത്തിന്റെ ഇതിട്ടാണ് അത് ലോറി പോകുന്ന കണ്ട പോണാണ്ട ഇപ്പൊ തന്നെ തട്ടിച്ചിന്. സ്വഭാവം നോക്കണേ, കള്ള ഹമുക്കള്. മാമ്പഴക്കാലത്തിന്റെ മറ്റേ ബോക്സ് വന്നിട്ടുണ്ട് എനിക്ക്, നമ്മളെ ഫുൽവന്റെ. ഇത് വലിക്കൊക്കെ പ്രമോഷൻ ഒന്നല്ല ആക്ച്വലി. അപ്പൊ ചെയ്യണോ? ഓ വേണോ? കുഴപ്പമില്ല, തന്നോട്ടെ.
ഞാൻ ഉമ്മനോടും ഉപ്പനോടും രാവിലെ ചായ കുടിക്കുമ്പോ എന്തായിരുന്നു ചെറുപ്പത്തിലുള്ള നിങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. ആ സമയം കുറച്ചു നേരം ഓരോന്ന് സൈലന്റ് ആയി. പിന്നെ ഞാൻ കേൾക്കുന്നത് കുട്ടിക്കാലത്ത് അനുഭവിച്ചതും അനുഭവിക്കാത്തതായിട്ടുള്ള കുറെ ഓർമ്മകളാണ്. അപ്പുറത്തെ വീട്ടിലെ മാവിനിരുന്നിട്ട് മാങ്ങ കട്ടുന്ന, സുഹൃത്തുക്കളൊക്കെ കൂടി കൂട്ടി കളിക്കുക, ഒലക്കണ്ണി വെച്ച് കളിപ്പാട്ടുണ്ടാക്കുക, തറവാട്ടിൽ കൂടിരുന്ന് എല്ലാരും സംസാരിക്കുമ്പോൾ കാണുന്ന സന്തോഷ കാഴ്ചകൾ. ആ കുട്ടിക്കാലം നിങ്ങളുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്ന ഒരു സംഭവമുണ്ട്, കാണിച്ചേരട്ടെ. ഇത് സത്യം പറയാണ്, ഉമ്മയിപ്പം അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്. വലുതായപ്പോഴാണ് അതിനുള്ള ഉത്തരം കിട്ടി ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോകാൻ തോന്നണമെന്ന്. ഇനി ഇതൊന്ന് കേക്കി. സത്യാട്ടോ, ഭയങ്കര സീൻ കേട്ടോ. എന്താ പറയാ, ഞാൻ ഈ വീഡിയോ ചെയ്തതിന്റെ ശേഷം എന്നോട് കുറെ ആൾക്കാർ കമന്റ് ഇട്ട് ഈ വീഡിയോനകത്ത്. ഞാൻ കമന്റ് ജസ്റ്റ് വായിക്കാം. കുറെ ആൾക്കാർ അപ്പൊ എന്താ ഒരുത്തട്ടുണ്ട്, പഹയ ഞാന് ചെറുപ്പത്തിലേക്കൊന്ന് തിരിച്ചു പോയി, ഇനി തിരിച്ചു വരാൻ തോന്നുന്നില്ലാന്ന്. സീനടാ, സത്യമായിട്ടടാ. എന്ത് രസമാണെന്ന് പറയാ ചെറുപ്പകാലൊക്കെ. നമ്മൾ വലുതായി കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഇത് മനസ്സിലാവുക. നമ്മൾ ചെറുപ്പമാണ് നമ്മൾ ഏറ്റവും അടിപൊളി സമയം. നമ്മൾ ചെറുപ്പത്തിൽ വിചാരിക്കുന്ന നമ്മൾ കയ്യിൽ പൈസ ഇല്ല, അതില്ല, ഇതില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്കതൊരു രസമില്ല എന്ന് തോന്നും. പക്ഷെ അത് വലുതായി കഴിഞ്ഞാലാ മനസ്സിലാവുക നമുക്കൊരു തലവേദന ഇല്ല. അതിപ്പോൾ എന്തൊക്കെ വീഡിയോ എടുക്കാൻ പോകണം, പിന്നെ ഒരു അവസ്ഥയിലേക്കാണ് വീഡിയോ എടുക്കാൻ പോകണം, വീട്ടിലത്തെ കാര്യം നോക്കണം, EMI അടയ്ക്കണം, പിന്നെ ബാക്കിയുള്ള ചങ്ങന്മാരെ നോക്കണം. ഇപ്പൊ മാഷാ പെണ്ണെട്ടില്ല, അൽഹംദുലില്ലാ. പെണ്ണെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പെണ്ണിനെ നോക്കണം. അത് ഒരു എക്സ്ട്രാ എന്താ പറയാ, നമ്മളെ കാര്യം നോക്കുന്നതിനുപരി പെണ്ണെട്ടി കഴിഞ്ഞാൽ പിന്നെ പെണ്ണിനും കൂടി നോക്കണം. നമ്മളെ ബാധ്യത ആണല്ലേ അത്. എന്താണ് ഈ സമയമൊക്കെ ഇങ്ങനെ ഇത്ര സ്ട്രഗിൾ ആയിട്ട് ഇത്ര ഹെക്റ്റിക് ആയിട്ട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഈ ചെറുപ്പകാലം എന്തായാലും മിസ് ചെയ്യില്ലേ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കുറയ്ക്കും. ഞാൻ എൻ്റെ വീഡിയോസ് എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ എൻ്റെ ഫോളോവേഴ്സ് നിങ്ങൾ ആര് കണ്ടില്ല എന്നുണ്ടെങ്കിലും ഞാനായിരിക്കും എൻ്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. എനിക്ക് എൻ്റെ വീഡിയോസ് എത്ര ഇഷ്ടമാണ്. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും എന്താ സമയമില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ പെട്ടെന്ന് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുള്ള സീനുകളൊക്കെ ഉണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം എൻ്റെ എഫേർട്ട് ഇട്ടിട്ട് നല്ല വൃത്തിയിലാണ് ചെയ്യാൻ നോക്കുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വൃത്തിയാക്കാൻ നോക്കും. എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ തന്നെ പറയണം എന്നുവെച്ചാൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ചെയ്യണം. അല്ല എനിക്കിപ്പോൾ ഇത് കാണിച്ചിട്ട് എന്താ, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫോളോവേഴ്സിനും എനിക്ക് കയറുന്ന ഫോളോവേഴ്സും എൻ്റെ എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ വീഡിയോസ് എനിക്ക് മാക്സിമം ക്വാളിറ്റി കൂട്ടാനും നല്ല വൃത്തിയാക്കാനും ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ചെയ്യാനും റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യാനും പിന്നെ കൊടുക്കുന്ന ഫുഡാണെന്നുണ്ടെങ്കിൽ നല്ല സത്യം പറയാൻ എനിക്കിപ്പോൾ ഇത് ഞാൻ ജെന്യൂനായിട്ട് പറയുന്ന കാര്യമാണ്. എനിക്കിപ്പോൾ ലാസ്റ്റ് വന്ന കുറേ മെസ്സേജുകൾ കമൻറ്റും മെസ്സേജൊക്കെ ഞാൻ 2-3 വീഡിയോ ചെയ്തപ്പോൾ ഇന്നെ തെറിയൊക്കെയായിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് കമന്റ് ഇടുന്നത്, എന്ത് ഫുഡാണ് അവിടെ, എന്ത് കണ്ടിട്ടാണ് ആൾക്കാരെ പറ്റിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയാൻ ഞാനെന്താ, ഇത് സംഭവം നമ്മൾ കഴിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ അത് പ്രൊമോട്ട് ചെയ്യാൻ പോകണാണ്. ആ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകണാണ്. അവിടെ എന്തൊക്കെ ഉള്ളതെന്ന് ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പുതിയ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തരണേ. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ടേസ്റ്റ് ബഡ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഇതെല്ലാം എന്നെ കടിക്കാത്ത ഒരു ഇതെല്ലാം സാധനവും ഞാൻ കഴിക്കും. അത് അത്യാവശ്യം നല്ല രുചി ഉണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് എൻ്റെ ജോലിയാണ്. ഞാൻ ചെയ്ത നിങ്ങൾക്ക് അത് പറയാം. പക്ഷെ തെറിയൊക്കെ വിളിക്കുമ്പോൾ ഞാൻ എന്ത് രീതിയിലാണ് നിൽക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ അത് മൈൻഡിലേക്ക് കൊടുക്കാണ്ട് നിൽക്കും. തെറി കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമല്ല ഇടയ്ക്ക്. പിന്നെ ഞാൻ തന്നെ ആലോചിക്കും എന്തിനാ സങ്കടമായിട്ട്. ഓരോ കാര്യം പറഞ്ഞല്ലോ, ഓരോ കൈമന്നല്ലേ പൈസ പോയത്, ഞാൻ കാണിച്ചു കൊടുത്തല്ലേ ഇതാക്കി ഒരു പോയത് എന്നൊക്കെ വിചാരിക്കും ഞാൻ. സംഭവം സത്യമാണ്, ഞാൻ കാണിച്ചു കൊടുത്തിട്ടാണ് നിങ്ങൾ വന്ന് കഴിച്ചത്. എനിക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഞാൻ നല്ല സ്ഥലങ്ങൾ കാണിച്ചു തരാം, അതൊക്കെ തന്നെയാണ്. ഞാൻ എത്ര ചന്ദ്രേട്ടൻ ചായക്കട എല്ലാവരും നല്ല അഭിപ്രായം പറയണ തരാം. ആ വീഡിയോ ചെയ്തപ്പോൾ അത് എത്ര 300K എന്താ അടിച്ച് വ്യൂസ്. ആ സമയത്ത് ഇതുപോലെ തന്നെ 300K 3 ലക്ഷം ആൾക്കാർ കണ്ടിട്ട് ആ സമയത്ത് ഇതുപോലെ തന്നെ ഇതിനകത്ത് കമന്റ് വന്നിട്ടുണ്ട് കുറെ. എന്താ ആൾക്കാർ ചെക്കന്മാര് സിഗരറ്റ് വലിക്കാൻ, അവിടെ സ്ഥലം എങ്ങനെ ഉയർന്നതെന്ന് വെച്ചാൽ ഫുഡ് നന്നായിട്ടൊന്നുമല്ല, ചെക്കന്മാര് സിഗരറ്റ് വലിക്കാൻ പോണ ആരില്ലാത്തൊരു സ്ഥലമാണ്. എന്തുകൊണ്ടും എന്താ സ്കൂൾ കുട്ടി ചെക്കന്മാർക്ക് ആപ്റ്റായിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് അതിനകത്ത് കുറെ കമന്റ് വരുന്നത്. നെഗറ്റീവ് പറയാനായിട്ട് എല്ലാത്തിനും എന്ത് കാര്യത്തിനും നെഗറ്റീവ് പറയാനായിട്ട് നാട്ടുകാരുണ്ടാവും. നാട്ടുകാരാണെന്നുണ്ടെങ്കിൽ കുടുംബക്കാരാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഈ നെഗറ്റീവ് ഇല്ലാണ്ട് ഒരു സാധനം മുന്നോട്ട് പോകില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും കാലം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരു കാലത്ത് വീഡിയോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളതെന്നുണ്ടെങ്കിൽ സംഭവം നെഗറ്റീവ് ഇല്ലാണ്ട്
ഒരു വീഡിയോ ആണെങ്കിലും ഒരു കാര്യം എന്തൊരു സാധനം വെച്ച് നോക്കുക, എന്തൊരു സംഭവം, എന്തൊരു റീസൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ഇല്ലാണ്ട് ഒന്നും മുന്നോട്ടില്ല. അത്രേ ഉള്ളൂ. പോസിറ്റീവിന്റെ ഇടയിൽ കൂടെ ഒരു 100 നെഗറ്റീവ് വന്നാലേ ഉള്ളൂ, എന്താ പറയാ, 100 നെഗറ്റീവ് വന്നാലും ഒരു പോസിറ്റീവ് മതി നമുക്ക് അതിനകത്ത് നിന്ന് മുന്നോട്ട് കയറാൻ. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏത് പോസിറ്റീവാണോ നല്ലതായിട്ട് നിങ്ങൾ കാണുന്നത് അത് എടുക്കുക. അപ്പൊ 100 ചിലപ്പോൾ ഒരു 100 പോസിറ്റീവ് വന്നിട്ട് ഒരു നെഗറ്റീവ് വന്നാൽ മതി, നമ്മൾ അതിൽ ഡൗൺ ആവും. അതാണ് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഞാനിതാ ഈ കഴിഞ്ഞ വീഡിയോസിലും മറ്റേ ആ പറഞ്ഞ ഫുഡ് നല്ലല്ല എന്ന് പറഞ്ഞ വീഡിയോസിലൊക്കെ എല്ലാവരും പറയുന്നുണ്ട് ഇതെന്താ ഫീൽ ഗുഡ്, ഇത് മൂവി കഴിഞ്ഞിറങ്ങിയ ഫീല്, എന്താ എന്ത് രസമുള്ള പ്രസന്റേഷൻ ആടാ, അടിപൊളിയാടാ ബ്രോ, അതിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് എത്തും. പിന്നെ ഓരോരുത്തരും സാധനങ്ങൾ വിളിച്ചു വരൂ. എന്താ പറയാ, ഓരോ താല്പര്യം ഓർക്ക് പറ്റുന്ന ചെയ്യുന്നു, ഞാൻ എനിക്ക് പറ്റുന്നത് ചെയ്യുന്നു. ഓരോരുത്തരുടെ ജോലി പോലെ ഓരോരുത്തരുടെ ഓരോ സാധനങ്ങൾ ഏറ്റെടുത്തിട്ട് ചെയ്യുന്നു. എനിക്കിപ്പോ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അത്യം പറഞ്ഞല്ലോ, ഓരോരുത്തർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലതൊക്കെ. വിവരമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവണം. മനസ്സിലായി ഉണ്ടാവും ഞാൻ വിചാരിക്കണം. സംഭവം നമ്മൾ ചെയ്ത് തുടങ്ങിയ പണി ഇതല്ലായിരുന്നില്ലേ. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അതിന്റെ മുകളിൽ പോയിപ്പോയതാ. സാധാരണ ഇങ്ങനെ ആലോചിക്കണോ, ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എന്റെ സംസാരം ഇങ്ങനെ കേൾക്കുന്നത്. ഈ ഭയങ്കര സംസാരപ്രിയനാ. അങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോകും. ഇപ്പൊ ഒരു മൂഡിൽ വെറുതെ ഇങ്ങനെ ഐപാഡ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ നല്ല രസമല്ലേ വ്യൂ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒരു മൂഡിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്ത് വെച്ചാണ്ട് ചെയ്യാന്ന് വിചാരിച്ചാ. അതൊരു വലിയ ലോറി ഇരുണ്ടേ, കാണിച്ചാരേ. കണ്ടോ അയ്യോ, എന്റെ ഉമ്മക്ക് ഉണ്ടെങ്കിലെപ്പോ ഉമ്മ ഉണ്ടെങ്കിലെപ്പോ ഉമ്മ പറയും എന്താണ് അതാ അങ്ങോട്ട് എടുക്കണ്ട, വണ്ടി അവിടെ സീഡാക്കി വെച്ചോ, ലോറി പോയിട്ട് എടുത്താൽ മതി പറയുമ്പോ. അപ്പൊ ഭയങ്കര പേടിയാ വണ്ടി പോകണേ. കുറെ ആൾക്കാർ ചോദിച്ചു വീട്ടിലാരൊക്കെ ഉള്ളതെന്നൊക്കെ. ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴൊന്നും സമയമായില്ല, പറയും ഇൻഷാല്ലാ എല്ലാവരോടും പറയും. ഒരു വീഡിയോ ഹോം ടൂർ അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് വീഡിയോ എടുക്കാനൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും വന്ന പരിപാടിയിലേക്ക് നോക്കാം. ഞാൻ മറ്റേ ഇതിന്റെ പ്രസന്റേഷൻ ഓർമ്മകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്താടാ കോവിഡ് വന്നപ്പോ ഇതൊക്കെ കിട്ടിയില്ലേ, കോവിഡ് വന്നപ്പോ ഇതൊക്കെ കിട്ടിയില്ലെന്ന്, ആ ഓർമ്മകളൊക്കെ കിട്ടിയില്ലെന്ന്. ആ സത്യ കമ്പനിക്കാരൻ കേട്ടോ. കോവിഡ് വന്നപ്പോ ഇതൊക്കെ കിട്ടിയില്ലെന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് നമ്മൾ ഫോണൊക്കെ എടുത്ത് വെച്ച് ഫോൺ ഉണ്ടോ ചോദിച്ചാൽ ഫോണുണ്ട്. പബ്ജി കളിയൊക്കെ ഇനി കോവിഡ് കാലത്ത്. പക്ഷെ എന്നാലും നമ്മൾ കുറെ കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ നൊസ്റ്റാൾജിയ സാധനങ്ങൾ കുറെ ചെയ്ത് കിട്ടും. നല്ല രസമായിരുന്നു കോവിഡ്. നല്ല രസമെന്ന് വെച്ചാൽ രസമായിട്ട് നമ്മൾ കാണരുതായിരിക്കും. അത്രക്കും സീനായിട്ട് ഓരോരുത്തർ ഇങ്ങനെ അനുഭവിക്കേന്. അപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നമ്മള് അനുബന്ധിച്ച് നോക്കും. നമ്മൾ ഈ സമയത്ത് നല്ല പോലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ കുറെ ഓർമ്മകളൊക്കെ ഇൻ കേസ് നമ്മളേതെങ്കിലും സർക്കിളിലാണ്. എന്റെ അയൽവാസിന്റെ ഒരാൾക്ക് തന്നെ കോവിഡ് ഒന്ന് വരച്ചിക്കണ്. എന്റെ കാക്കന്റെ അപ്പുറം പണിയെടുക്കുന്ന ഒരാൾക്ക് കോവിഡ് ഒന്ന് വരച്ചിക്കണ്. സംഭവം മരണപ്പെടായിട്ടൊന്നുമില്ല, കോവിഡ് വന്നിട്ട് കുറെ ആൾക്കാർ മരിച്ചിക്കണ്. അപ്പൊ എന്താ പറയാ, ആൾക്കാർക്ക് ഓരോരുത്തരുടെ ഓരോ സമയങ്ങളാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പഠിച്ചോൻ കൊണ്ടെന്നാണ്, പഠിച്ചോൻ തന്നെ എടുക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ കോവിഡ് വന്ന സമയത്ത് നമ്മള് കുറെ കളികൾ കളിച്ചിരിക്കുന്നു, പലതരം കളി കളിച്ചു. ചെറുപ്പത്തിൽ കളിച്ച എല്ലാ കളികളും കളിച്ചാണ്. ഫോൺ എടുക്കാണ്ട് വെച്ചിട്ട് അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കോവിഡ് കാലം രസമായിരുന്നു. ചില സമയത്ത് നോക്കുമ്പോ ഒരു ബോറായിരുന്നു, ഭയങ്കര ബോറായിരുന്നു. നമുക്ക് വീട് എന്തായാലും നമുക്ക് വീഡിയോ കാണാം. എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബോക്സ് നമ്മുടെ ഫുൽവ മാങ്ങന്റെയും ചക്കന്റെയും ഫ്ലേവറിൽ കഴിഞ്ഞ ദിവസം ഇപ്പൊ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്റെ കുട്ടിക്കാലം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇതിലെ ഹൈലൈറ്റ് പാർട്ട്, ഇതിലെ QR കോഡ് സ്കാൻ ചെയ്ത് ഞാൻ എന്റെ ഫോട്ടോ ഇവിടെ കാണിക്കുന്ന പോലത്തെ ഒരു അടിപൊളി ഫോട്ടോ അതുവഴി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒറ്റ കാര്യമുള്ളൂ, ബിഗ് താങ്ക്സ് ടു ഫുൽവ. എന്റെ ഈ ചെറുപ്പകാലത്തിലേക്ക് എന്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി. ഫുൽവ.in എന്ന് പറഞ്ഞ ഇവരുടെ വെബ്സൈറ്റിൽ മാത്രമേ ഇത് അവൈലബിൾ ഉള്ളൂ. മാങ്ങന്റെയും ചക്കന്റെ ഒക്കെ സീസൺ ആയിട്ട് ലിമിറ്റഡ് എഡിഷൻ ആയിട്ടാണ് ഇവരത് ചെയ്യുന്നത്. ഇറ്റ്സ് മീ ഷംലാൻ, സ്റ്റേ ട്യൂൺഡ്. another video. See you again. ഞാൻ ഉമ്മനോടും ഉപ്പനോടും രാവിലെ ചായ കുടിക്കുമ്പോ എന്തായിരുന്നു നല്ല രസമുണ്ടല്ലേ. എന്റെ സൗണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങളെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടം സൗണ്ട്. ഞാൻ പാട്ടൊക്കെ ഇടുമ്പോ അതിനകത്ത് അടിയിൽ ഇങ്ങനെ ഇടും, ഐ ലവ് മൈ സൗണ്ട്, ഐ ലവ് മൈ വോക്കൽ, ഐ ലവ് മൈ വോയിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും എനിവേ, ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്താ പറയാ, ഇങ്ങനത്തെ രസകരമായിട്ടുള്ള ഇനിയും വേറെ വീഡിയോസ് എടുക്കാനായിട്ട് എനിക്കൊരു പ്രോത്സാഹനമായിരിക്കും. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ അത് പറയാം, എനിക്ക് നിർത്താനായി പരിപാടി. വേറെന്താ പറയാ,
അതാണ് ഇപ്പോൾ പണി പോലെ ഇങ്ങനെ കൊണ്ടുനടക്കുന്നത്, നിങ്ങളോട് അറിയാലോ. അപ്പം നിങ്ങളിപ്പോൾ പ്രോത്സാഹിപ്പിച്ചാലേ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളെ പ്രോത്സാഹനം വേണം. നിങ്ങൾ പ്രോത്സാഹിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണി നിർത്തുന്നതിന് വേണ്ടി വരും, ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോകേണ്ടി വരും. ഇത്രയും കാലം ഞാൻ മാഷാ അല്ലാഹ് ആയിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കൊണ്ടും റാഹത്താണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ എന്നോട് കുറെ ആൾക്കാർ ചോദിക്കും എത്ര വയസ്സായി എന്നൊക്കെ. നിങ്ങൾ ഗസ് ചെയ്യും ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ, അങ്ങനെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഗസ് ചെയ്യും എത്ര വയസ്സായി എനിക്ക്. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യും, പറ്റാണെങ്കിൽ നോക്കട്ടെ. ഗസ് ചെയ്തിട്ട് ആരൊക്കെ ശരിയാവും. നിന്റെ കമ്പനിക്കാർ ഗസ് ചെയ്തിട്ട് നിങ്ങൾ ഗസ് ചെയ്തോളി, ഞാൻ ആരെയും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല ഗൈസ്. സോ വൈൻഡപ്പ് ചെയ്യല്ലേ. നമ്മൾ ഇന്നത്തെ ഈ റിയാക്ഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുക, ഇനി എന്തൊക്കെ ഞാൻ കാട്ടണ്ടേ, എങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഉണ്ടെന്ന് താല്പര്യം ആകെ എനിക്ക് അറിയില്ല. സംഭവം ഞാൻ നിങ്ങൾ ചോദിക്കാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, എങ്ങനത്തെ വീഡിയോസ് ഉണ്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾക്ക് അറിയാലോ, ഫുഡി ഫോർ എവർ, അതിനകത്ത് ആഡ് ചെയ്താൽ മതി guys. So it's me Shamlan, stay tuned, another video, see you again.